ശുക്രൻ പടം വളരെ മനോഹരമായിരുന്നു, നന്നായിരുന്നു. അദ്ദേഹത്തെ ആവശ്യത്തിന് കുട്ടികൾക്കുള്ള ചെറിയ കോമഡികളുണ്ട്. കുട്ടികളെ വെച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ ഏറ്റവും മനോഹരമാണ്. അവസാനം പറഞ്ഞു നിർത്തുമ്പോഴത്തേക്ക് ഇന്നത്തെ വിപത്ത്, അതായത് മയക്കുമരുന്നിൻ്റെ കാര്യത്തേക്ക് കൊണ്ടിരുന്നുണ്ട് എന്നാൽ ഓവറായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ബിബിൻ ജോൺ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ഉബൈദിൻ്റെ ഡയറക്ഷൻ ഏറ്റവും ഒട്ടും വലിച്ചു കിട്ടില്ല, ഒരു മിനിറ്റ് പോലും നമ്മൾ ബോറടിക്കില്ല. അതിൻ്റെ പിൻബലം എന്ന് പറയുന്നത് രാഹുൽ കല്യാണിൻ്റെ കഥ. ആ കഥ വളരെ മനോഹരമായിട്ട് ഇന്ന് ഒരുപക്ഷേ എങ്കിൽ ഈ കഥ കൊണ്ടുപോയി ഫ്ലോപ്പായി പോകാം. പക്ഷെ ഫ്ലോപ്പായി പോകാതെ ആദ്യം മുതൽ അവസാനം വരെ മനുഷ്യരെ തിയേറ്ററിൽ പിടിച്ചിരിക്കുക ഒരു എൻ്റർടൈനർ തന്നെയാണ് ശരിക്കും. അതിനിടയ്ക്ക് അന്വേഷണവും അത്യാവശ്യം ചില സസ്പെൻസും ഒക്കെ ചേർന്ന് വന്നപ്പോഴത്തേക്ക് ഏറ്റവും മനോഹരമായി, ബോറടിപ്പിക്കില്ല, എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്നിട്ട് കാണാവുന്ന ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു ചിത്രം എന്ന് നമുക്കതിനെ പറയാം. അസീസിക്ക ഫൈറ്റ് തകർത്തു. കാരണം വേറൊന്നുമില്ല, അസീസിക്കായി നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല. ആ നിമിഷം നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന അസീസിക്ക വില്ലനായിട്ട് വരികയാണെന്ന് സംശയിക്കുന്നു. പക്ഷെ വന്നേച്ച് ആ ഫൈറ്റ് അങ്ങനെ വെച്ച് ആരും നമ്മുടെ നായകന്മാർ ചെയ്യുന്നതിനൊപ്പം നിൽക്കുന്ന ആ ഒരു 3 മിനിറ്റ് അസീസിക്ക ശരിക്കും നമ്മളെ പിടിച്ചിരിക്കും. ഫൈറ്റ് സൂപ്പർ ഫൈറ്റ്. ടോട്ടലി പടം പെർഫെക്റ്റ് പടം. ഒന്നാമത്തെ നന്നായിരിക്കും.